എന്താ നീ അല്ലേലും നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ടില്ലേ അവനെ കുറ്റപ്പെടുത്തിയത്? അമ്മ എന്ത് വിവരക്കേടായി പറയണേ? ഞാൻ എന്ത് വിവരക്കേട് പറഞ്ഞതാ നീ പറയുന്നത്? വന്നല്ല തമ്പുരാട്ടി, വാ വേഗം ഇങ്ങട് വാ. ഇനി എന്തെങ്കിലുമൊക്കെ നീ പറഞ്ഞു കൊടുത്ത് കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കണേ. അമ്മേ, അവളുടെ വെക്കട്ട് വെറുതെ കയറണ്ട. ആരോട് ആവശ്യമില്ലാത്തത് പറയണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചേട്ടാ മതി, നീ അങ്ങനെ പറയത്തുള്ളൂടാ, എനിക്കറിയാം. അമ്മ, നിങ്ങൾ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടി വീട്ടിലോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഓർമ്മ ഞാൻ ചേട്ടാ വാ, മാറ്റി പോവാ. ചെല്ലടാ ചെല്ല്, ഭാര്യയുടെ സാലത്തുമ്പി തൂങ്ങി നടക്കടാ. ഇതിങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് ഞാൻ നേരത്തെ മനസ്സിലുറപ്പിച്ചതാ ചേച്ചി. എന്നാലും സന്ദീപിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. നീ ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ തിരിച്ചൊന്നും പറയാൻ പോണ്ട. ഇല്ല ചേച്ചി. പിന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കാന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. നീ ഇങ്ങനെ ദേഷിക്കാതെ, അതല്ല സുമേഷേട്ടൻ പറഞ്ഞ് ശരിയാക്കിക്കോളും. ഏട്ടൻ പറഞ്ഞാൽ എന്തായാലും അവൻ കേൾക്കും. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആ തള്ളേ ചേച്ചി, അവർക്ക് കിട്ടിയതൊന്നും പോരായി. ഇന്ന് പയ്യെ പറഞ്ഞേ, ഇത് നമ്മളായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട. ഇപ്പം തന്നെ അവർ കാണിച്ചു കൂട്ടുന്നൊക്കെ നീ കാണുന്നില്ലേ? മക്കളെയും മരുമക്കളെയും കൂടെ തമ്മിലടിപ്പിച്ചിട്ട് ഇവർക്ക് എന്തോ കിട്ടാനാ? അവർ ചെയ്യുന്നതിനെല്ലാം തിരിച്ചടി അവർക്ക് തന്നെ കിട്ടും. നീ ചെന്നേ, നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് നമുക്ക് നല്ല പ്രശ്നം. ചെല്ല്. ചായ. അവിടെ വെച്ചത് സന്ദീപ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും സംസാരിക്കാനില്ല. എന്നെ വെറുതെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. സന്ദീപിനെ ഞാൻ എന്തിനു ശല്യപ്പെടുത്തണം? എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഒന്ന് കേട്ടാ മതി. സന്ദീപ്, ഓ, നിങ്ങൾ ഇവിടെ പതുങ്ങി നിൽക്കുമായിരുന്നോ? നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ റൂമിന്റെ വാതിക്ക് വന്ന് ഒളിഞ്ഞു നിൽക്കാൻ? പതുങ്ങി നിൽക്കായിരുന്നോ? ഞാൻ എന്തിനോട് വന്ന് നിൽക്കുന്നേ? എനിക്ക് ഇതിലങ്ങോട്ട് പോയിക്കൂടെ? അത് കൊള്ളാം. നിങ്ങളെ എനിക്കറിയാലോ, മോനെയും മരുമോളെയും തമ്മിലടിപ്പിക്കുന്ന ഒരു തള്ള. എന്താ നീ പറഞ്ഞേ? തമ്മിലടിപ്പിച്ചോന്നോ? എന്തിനാ നിങ്ങളെ രണ്ടുപേരും ഞാൻ തമ്മിലടിപ്പിക്കുന്നേ? എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്തുവാണ് നിങ്ങൾ മനസ്സ് വിചാരിച്ച കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അച്ഛൻ സ്വർണം തന്നാലും ഞാനത് മേടിക്കത്തില്ല. മാധവിയുടെ സ്വഭാവം അറിയില്ല. എന്തൊക്കെ നുണയാടി നീ എന്റെ മകനോട് പറഞ്ഞു പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്? നുണച്ചി. അമ്മേനെ നോണച്ചെന്നൊന്നും വിളിക്കരുത്. എന്റെ വീട്ടുകാരെന്നെ കള്ളം പറയുന്നത് ശീലിപ്പിച്ചിട്ടില്ല. ഇല്ല, നിന്റെ വീട്ടുകാര് തന്തയും തള്ളയും നല്ല പുണ്യാളന്മാര്. എന്തൊക്കെ നുണകൾ പറഞ്ഞിട്ടാടി നിന്റെ വീട്ടുകാരെ എന്റെ മോന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചത്? ഇതേ അമ്മേ, അനാവശ്യം പറയരുത്. എനിക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ വീട്ടുകാരെ പറയാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നീ അവളുടെ കൂടെ കൂടിയിട്ട് എന്നെ ഭരിക്കാൻ തുടങ്ങിയോ? ആവശ്യമില്ലാത്ത കാര്യത്തിന് കൂട്ടുനിന്നിട്ട് അവസാനം നീ ദുഃഖിക്കൂ. എനിക്കും അത് അമ്മയോട് പറയാനുള്ള. അമ്മയ്ക്ക് ദുഃഖിക്കാനുള്ള കാരണം അമ്മയായിട്ട് ഉണ്ടാക്കി വെക്കരുത്. എന്നാലും നിന്നെ അനുസരിക്കാണ്ടായല്ലോ അവള്. അനുസരിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പിന്നെ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് വേണ്ടെന്ന് വയ്ക്കുന്നത്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. സത്യത്തില് അവളെ കൊണ്ട് ഓരോന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാ ഇവിടെ ഓരോരുത്തര്. ആര്? അമ്മ ആരുടെ ആരെയാ പറയുന്നത്? അവള് തന്നെ. ആശ. ആര്? ഏട്ടത്തിയോ? പിന്നല്ലാതെ. ഏട്ടത്തി അങ്ങനെയുള്ള പണിക്ക് നിൽക്കത്തില്ല. അത് നിന്റെ വിശ്വാസം. എന്നാ അങ്ങനെയല്ല. എന്നെയും സുമേഷിനും വരെ തമ്മിലടിപ്പിക്കാൻ നോക്കിയോളാം അവള്. ആര്? ഏട്ടത്തിയോ? പിന്നല്ലാതെ. അവൻ ഇത് പറഞ്ഞ വലുതും മനസ്സിലാവോ? അവൻ അവളുടെ സാരി തുമ്പിൽ തൂങ്ങി നടക്കല്ലേ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരെ തമ്മിലടിപ്പിക്കാനാണെന്ന് വിചാരിക്കും. അമ്മ ഇതിപ്പോൾ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ ആശയം തന്നെയും എടുക്കാതെ നോക്കണം. അവർ പലപ്പോഴും ഒരുമിച്ച് നിന്ന് മാറി നിന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. എന്നെ കണ്ട അപ്പം നിർത്തും.
അതിലെന്തോ കുനിഷ്ടില്ലേ? സന്ദീപ്, എന്താ തീ? ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പറയുവാണ്. എന്തിനാ നിങ്ങൾ തമ്മിൽ അനാവശ്യമായിട്ടൊരു പ്രശ്നം? ഏട്ടത്തി എന്താ ഉദ്ദേശിച്ചത്? തന്നോട് നീ മിണ്ടാതിരിക്കരുത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് അറിയാവുന്നുള്ളതല്ലേ, എന്നിട്ട് നീ തന്നെ അവളോട് ഇങ്ങനെ കാണിച്ചാ? അവൾക്ക് വക്കാലത്ത് പറയാൻ ഏട്ടത്തെ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ? ഏട്ടത്തിക്ക് വേറെ പണിയില്ലേ? അവളൊന്നും പറഞ്ഞിട്ടല്ല, എനിക്ക് പറയണമെന്ന് തോന്നി. മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം കണ്ടപ്പോൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി ചേട്ടത്തി ഇതിനെപ്പറ്റി എന്നോട് സംസാരിക്കണ്ട. പിന്നെ ഇതിനെപ്പറ്റി നിങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്, കേട്ടല്ലോ? നീ നിന്റെ ഭർത്താവിനോട് ഓതി കൊടുക്കുന്നത് പോരാഞ്ഞിട്ടാണോ അവന്റെ പുറകെ പോകുന്നത്? അമ്മ അനാവശ്യം പറയരുത്. നിനക്ക് നാളെ ഏട്ടത്തെ കൊണ്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യിപ്പിക്കാൻ? ആര് റിക്വസ്റ്റ് ചെയ്യിച്ചു എന്നാ? നിങ്ങൾക്ക് വട്ടാണോ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഏട്ടത്തെ നിന്നെ പറ്റി ഒന്ന് സംസാരിച്ചതോ? എന്തായാലും നീ പറയാതായിരിക്കില്ലല്ലോ. എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ വയ്യ. ഇനി ആര് എന്തൊക്കെ വക്കാലത്തോട്ട് വന്നാലും എന്നെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭാഷയാണ്, എനിക്ക് ഭാഷ തന്നെയാ. ഒട്ട് മാറി നിൽക്കും. ചേച്ചി, എന്റെ കാര്യം എന്തെങ്കിലും ചേച്ചി സന്ദീപിനോട് സംസാരിച്ചോ? ഇല്ലടാ, എന്ത് പറ്റി? ചേച്ചി എനിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ ചെന്നെന്നാ സന്ദീപ് പറയുന്നത്. അത് ഞാൻ ചേച്ചിയെ പറഞ്ഞു വിട്ടതാണെന്ന്. അയ്യോ മോളെ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നി, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വേണ്ട ചേച്ചി, എനിക്ക് വേണ്ടി ആരോട് റിക്വസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. മനസ്സ് തോന്നി മിണ്ടുന്നെങ്കിൽ മിണ്ടിയാൽ മതി. കണ്ടടാ കണ്ടാ നിന്റെ ഭാര്യയുടെ തനി കൊണം. അവൾ എന്തിനാണ് സന്ദീപിന്റെ പിന്നാലെ നടന്ന് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ പോണത്? എന്താ അവളുടെ ഉദ്ദേശം എന്ന് ചോദിക്കേ. എന്തായാലും അമ്മയുടെ ഒരു ദുരുദ്ദേശമൊന്നും എനിക്കില്ല. പക്ഷേ മതി, പക്ഷെ നീരിക്ക് അമ്മേ. അമ്മോട് ഇവിടെ ആരും അഭിപ്രായം ചോദിച്ചില്ല. അവര് തമ്മിലുള്ളത് അവർ സംസാരിച്ച് തീർത്തോളും. അതിലിടപെടേണ്ട കാര്യമില്ല, കേട്ടല്ലോ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ലേ. നിങ്ങളായി, നിങ്ങളുടെ പാടായി. എടാ, ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, നീ ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് സ്വർണം ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവളുടെ പ്രസവത്തിൻ്റെ കാര്യത്തിനാണ് എങ്കിൽ പോലും നിനക്ക് എത്രയാണോ പൈസ വേണ്ടത് നീ എന്നോട് ചോദിക്കുക, ഞാൻ തരാം. എത്ര വേണമെങ്കിലും തരാം. വേണ്ട ഏട്ടാ, അതിൻ്റെ ആവശ്യമില്ല. ചേട്ടൻ ഇനി അതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടോ? നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ എൻ്റെ അടുത്ത്? നിനക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ വേറെ ആരാ നിൻ്റെ കൂടെ ഉള്ളത്? എന്നാലും അതല്ല ഏട്ടാ, അതൊന്നും ശരിയാവില്ല. എടാ, വേണ്ടെന്നൊന്നും പറയല്ലേ. ഞങ്ങളൊരു രണ്ടുപേരും ആലോചിച്ചെടുത്ത തീരുമാന. ഇനി ഇത് കാരണം നിങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ധന്യ വന്നല്ലോ. എൻ്റെ മോളെ ബാഗൊക്കെ ആയിട്ട് ഞാനൊന്ന് വീട്ടിൽ വരെ പോയേച്ചേ. എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ഏട്ടാ, തൽക്കാലം ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലതെന്ന് തോന്നി. മറ്റു ചിലർക്കും ഇത് തന്നെയൊക്കെ ആയിരിക്കും താല്പര്യം. നീ എന്തൊക്കെയാ ഈ പറയണേ? നീ ഇവിടെ നിൽക്കുന്നതിന് ആർക്കെന്ത് പ്രശ്നമുള്ളേ? ഇതെന്താ ഇവരവിടെ പോണു? അവൾ അവളുടെ വീട്ടിലേക്ക് പോവാന്ന്. വീട്ടിലേക്കോ? വീട്ടിലെന്താ വിശേഷം? എന്ത് വിശേഷം? ഇവിടെ അല്ലേ വിശേഷം. പണമല്ല വലുതെന്ന് ചിലർക്ക് മനസ്സിലാവുന്നൊരു ദിവസം വരും. അന്ന് ഞാൻ തിരിച്ചു വരും. മോളെ പോവല്ലേ? സന്ധ്യമേ വിളിക്കടാ അവിടെ.